വോട്ടിടാൻ വേണ്ടി നമ്മുടെ വലിയ മൂന്ന് നിൽപ്പുണ്ട്. ഓക്കെ, ഒന്നാമത്തെ ചിഹ്നം എന്നുള്ള എടുത്ത് വന്നിട്ട് നമുക്ക് അങ്ങോട്ട് ചോദിക്കാം. ഓ, എങ്ങനെയുണ്ട്? നമ്മളെ പൊതുവിലൊരു തിരക്ക് രാവിലെ അനുഭവപ്പെടുന്നുണ്ട്. അതിപ്പോ നിലപാടുകളാണല്ലോ രേഖപ്പെടുത്തുന്നത്. ഹലോ ഫ്രണ്ട്സ്, മിക്കു റോക്ക്നാസ് ബ്ലോഗിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിപ്പോൾ എൻ്റെ പോളിംഗ് ബൂത്തിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. രാവിലെ തന്നെ എൻ്റെ സമ്മതിദാന അവകാശം രേഖപ്പെടുത്താൻ വേണ്ടി പോവുകയാണ്. നമ്മളെ ട്രിവാൻഡ്രത്ത് ശശി തരൂർ കോൺഗ്രസ്, പന്നിൻ രവീന്ദ്രൻ കമ്മ്യൂണിസ്റ്റ്, രാജശേഖരൻ BJP അടക്കം ഉള്ള സ്ഥാനാർത്ഥികളാണ് മത്സരിക്കുന്നത്. അപ്പോൾ നമുക്ക് പോളിംഗ് ബൂത്തിൽ ചെറിയൊരു വിശേഷങ്ങൾ കാണാം. ഓക്കെ, ഇലക്ഷൻ കഴിഞ്ഞ ഉടനെ തന്നെ എല്ലാം മാറ്റും. കഴിഞ്ഞ പ്രാവശ്യം നല്ല രീതിയിൽ മാതൃകയായിരുന്നു. അപ്പോൾ ഈ ഒരു സൈഡിൽ, അപ്പുറത്തെ സൈഡിൽ പന്നിൻ രവീന്ദ്രൻ്റെ കൗണ്ടർ തന്നെ, ഇപ്പുറത്തെ സൈഡിൽ വന്നിട്ട് BJPയുടെ കൗണ്ടർ രാജശേഖരൻ, BJPയുടെ കൗണ്ടർ വന്നിട്ട് ആക്ച്വലി അത്യാവശ്യം കുഴപ്പമില്ല. രാവിലെ മുതൽ ഇത്രയും സമയം വരെയും വലിയ കുഴപ്പമൊന്നുമില്ല. വലിയ ചൂട് ഒരു പ്രതിസന്ധിയായിട്ട് മുന്നിൽ നിൽക്കുകയാണ്. ദേശീയ സംസ്ഥാന ഗവൺമെന്റുകൾക്കെതിരായിട്ടുള്ള വിധിയെഴുത്തായിട്ടായിരിക്കും ഈ തെരഞ്ഞെടുപ്പ് മാറുന്നത്. അവർക്ക് എതിരായിട്ടുള്ള വിധിയെഴുത്താണ്. അതിന് ജനം വളരെ തയ്യാറായിരിക്കുന്നു. അവരെല്ലാം ആവേശപൂർവ്വം തന്നെ പോളിംഗ് സ്റ്റേഷനിലേക്ക് വരുന്നുണ്ട്. പുത്തമ്പള്ളി വാർഡായതിൻ്റെ പേരിലും അറിയാവുള്ള കാക്കാമാരായതിൻ്റെ പേരിലും നമുക്ക് പെട്ടെന്ന് സംഭവം കിട്ടും. അപ്പോൾ നമ്മുടെ ബൂത്ത് നമ്പറും അടക്കമുള്ള ഒരു റെസീപ്റ്റ് കിട്ടിയിട്ടുണ്ട്. പോളിങ്ങിന് വേണ്ടി റോഡ് സൈഡിൽ പാർക്ക് ചെയ്തിരിക്കുന്ന വാഹനങ്ങളാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. പക്ഷേ ഇവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്നാമത്തെ കാര്യം റോഡ് ശരിയല്ല. അതോടൊപ്പം തന്നെ വാഹനങ്ങളൊക്കെ ഈ സൈഡിൽ പാർക്ക് ചെയ്യുമ്പോഴേക്കും വയ്യാത്ത ആൾക്കാർക്ക് വരാനുള്ള ബുദ്ധിമുട്ട് വലിയ രീതിയിൽ തന്നെ ഉണ്ട്. വലിയ വലിയ ഫ്ലക്സുകളും തോരണങ്ങളും അതോടൊപ്പം തന്നെ ബാനേഴ്സൊക്കെ ആണെങ്കിൽ നമുക്ക് അമ്പലത്തറയിൽ കാണാൻ വേണ്ടി പറ്റും. ഒരു വോട്ടിംഗ് ചെയ്യാൻ വേണ്ടി പോകുന്നു. ഏകദേശം 9ഓളം സ്റ്റേഷനുള്ള അമ്പലത്തറ പോളിംഗ് സ്റ്റേഷൻ്റെ ഫ്രണ്ടിലുണ്ട് ഒരു വലിയൊരു ആന കൂടിയത് അവിടെ കിടപ്പുണ്ട്. അതോടൊപ്പം തന്നെ ഇവിടെ ഈ സൈഡിൽ നോക്കിക്കഴിഞ്ഞാൽ ഫുള്ളും ട്രാഫിക് ബ്ലോക്കാണ്. ബസ്സൊക്കെ വലിയ വലിയ ബസ്സൊക്കെ പോകുന്ന ഒരു മെയിനായിട്ടുള്ള സ്പോട്ടാണ്. അതോടൊപ്പം തന്നെ വാഹനങ്ങളൊക്കെ ആണെങ്കിൽ യാതൊരുവിധ ക്രമീകരണവും ഇല്ലാതെ ഈ ഒരു സൈഡിലാണെങ്കിൽ പാർക്ക് ചെയ്തിരിക്കുന്നത് നമുക്ക് കാണാൻ വേണ്ടി പറ്റില്ല. 108 നമ്മുടെ ബൂത്ത് നമ്പർ. ഈ സൈഡിലുണ്ട്, അപ്പുറത്തെ സൈഡിലുണ്ട് നമ്മുടെ കൗണ്ടർ. ഈ ഒരു സൈഡാണ് നമ്മളൊന്ന് ആക്ച്വലി വോട്ട് ചെയ്യേണ്ടത്. 108. നമ്മുടെ വോട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. എങ്ങനെയുണ്ട് ഇന്ന് നമ്മുടെ അമ്പലത്തറ പോളിംഗ് സ്റ്റേഷനെ പറ്റിയുള്ള ഒരു പൊതുവായിട്ടുള്ള ഒരു അഭിപ്രായം? അമ്പലത്തറ പോളിംഗ് സ്റ്റേഷനെ കുറിച്ച് കാര്യമായിട്ടുള്ള പരാധീനം തന്നെയാണുള്ളത്. കാരണം ഇവിടെ ഇലക്ഷൻ നടക്കുന്നതിൻ്റെ ഒരു സംവിധാനവും ഇലക്ഷൻ കമ്മീഷൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല എന്നുള്ളത് വളരെ ദുഃഖകരമായ കാര്യമാണ്. കാരണം ഈ ഒരു സ്കൂളിനകത്ത്, ചെറിയൊരു LP സ്കൂളിനകത്ത് 5-6 ബൂത്തുകളാണ് ഒരു ബിൽഡിങ്ങിനകത്ത് ക്രമീകരിച്ചത്. കാരണം വന്ന് രാവിലെ മുതൽ ജനങ്ങൾ വളരെ ആവേശത്തോടുകൂടി തന്നെ വോട്ട് ചെയ്യാൻ ഇവിടെ വരുമ്പോൾ ഒരു തരത്തിലുള്ള സംവിധാനം ചെയ്തിട്ടില്ല. ഈ പ്രത്യേകിച്ച് 108 നമ്പർ ബൂത്തിൽ വോട്ട് ചെയ്യാൻ നിൽക്കുന്ന ആൾക്കാർ പെരുവെയിലത്ത് നിന്നാണ് വോട്ട് ചെയ്യുന്നത്. വളരെ പരിതാപകരമായ, കാരണം ഒരുപാട് നേരം ഇങ്ങനെ നിൽക്കുമ്പോൾ ചില ആൾക്കാർ മടുത്ത് പോകുന്നൊരവസ്ഥയാണ്. അപ്പം വോട്ട് ചെയ്യാനുള്ള ഒരു സംവിധാനവും ഇലക്ഷൻ്റെ കമ്മീഷൻ്റെ ഭാഗത്തുനിന്നും അമ്പലത്തറ സ്കൂളിൽ അതിനുള്ള സജ്ജീകരണങ്ങൾ ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. പുറത്ത് തന്നെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഈ കുഴികൾ എടുത്തിട്ടിരിക്കുന്നത് കാണാം. റോഡിൻ്റെ ശോചനീയാവസ്ഥ നമുക്കറിയാം. വളരെ നെരുങ്ങിയാണ് വാഹനങ്ങൾ പോകുന്നത്. പ്രത്യേകിച്ചൊരു ഇലക്ഷൻ നടക്കുന്ന അവസരത്തിൽ അതിനുള്ള സംവിധാനങ്ങളൊന്നും തന്നെ ചെയ്തിട്ടില്ല. സാധാരണഗതിയിൽ ചെറിയ ചെറിയ കുഴികൾ എടുക്കുമ്പോൾ വാഹനങ്ങൾ തിരിച്ചുവിടുന്ന ഒരു സംവിധാനമാണ്. പക്ഷേ ഇത് ഒരു തരത്തിൽ പോലും രാവിലെയുടെ പോലീസ് ഉദ്യോഗസ്ഥരോടും ഇലക്ഷൻ കമ്മീഷൻ്റെ ആൾക്കാരോടൊക്കെ ഞങ്ങൾ ആവശ്യപ്പെട്ടു, നിങ്ങളുടെ വണ്ടികൾ, വലിയ ബസ്സുകൾ വഴിതിരിച്ച് വിട്ട് ഇവിടെ അതിനുള്ള സംവിധാനം വരുന്ന വോട്ടർമാർക്ക് വോട്ട് ചെയ്യാനുള്ളൊരു അവസരം ഉണ്ടാക്കി കൊടുക്കണമെന്ന് ഞങ്ങൾ രാവിലെ മുതലേ പറയുന്നു. പക്ഷേ ഒരു ക്രമീകരണങ്ങളും ചെയ്തിട്ടില്ല. ഇവിടെ അവർക്ക് കുടിക്കാൻ, ഈ പെരുവെയിലത്ത് കുടിക്കാനുള്ളൊരു കുടിവെള്ള സംഭരണിയോ യാതൊരുവിധ സൗകര്യങ്ങളും ഒരു വോട്ട് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ചെയ്യേണ്ട ഒരു ക്രമീകരണങ്ങൾ ഇവിടെ ചെയ്തിട്ടില്ല എന്നുള്ളത് ഒരു വലിയൊരു പരാതി തന്നെ ഞങ്ങൾക്കുണ്ട്. ഓക്കെ. അപ്പോൾ നമുക്കിതാ കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ അമ്പലത്തറ സ്കൂളിലും ഈ ഒരു സൈഡിൽ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ ടോട്ടലായിട്ട് 105, 109, 107 എന്ന് പറഞ്ഞിട്ട് 3 പോളിംഗ് സ്റ്റേഷനുകൾ കാണാൻ വേണ്ടി പറ്റും. ഇവിടെ വലിയ രീതിയിലുള്ള ക്രൗഡും കാര്യങ്ങളില്ല. പക്ഷേ ഇത് ടെമ്പറേച്ചർ വന്നിട്ട് 40ൻ്റെ അകത്താണ്. അപ്പോൾ മിക്ക ആൾക്കാരും വെയിലത്ത് നിൽക്കേണ്ടത്. പിന്നെ അടുത്ത് നമ്മൾ ഇപ്പുറത്തെ സൈഡ് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെയാണെങ്കിൽ ടോട്ടലായിട്ട്
ഇവിടെ ഏകദേശം 103, 104, 11, 6, 10, 8 എന്ന് പറഞ്ഞിട്ട് 6ഓളം സ്റ്റേഷനുകൾ നമുക്ക് ഇവിടെ കാണാൻ വേണ്ടി പറ്റും. ഇവിടെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിതാ ഇത്ര നല്ല ക്രൗഡഡാണ്. ഇതാണ് ഞാൻ പറഞ്ഞത് 108ാമത്തെ പോളിംഗ് സ്റ്റേഷൻ. 108ാമത്തെ പോളിംഗ് സ്റ്റേഷനിൽ വന്നിട്ട് നല്ല വെയിലത്തോടെ നിൽക്കേണ്ടത്. അതിനുശേഷം ബാക്കിയുള്ള സ്റ്റേഷനൊക്കെ വന്നിട്ട് ഇതിൻ്റെ അകത്താണ്. അവിടെയും അത്യാവശ്യം നല്ല രീതിയിലുള്ള തിരക്കുണ്ട്. പക്ഷേ ഇതുപോലെ വൃദ്ധരായിട്ടുള്ള ആൾക്കാർ, വയ്യാത്ത ആൾക്കാരൊക്കെ വരുമ്പോൾ അവർക്ക് വേണ്ടിയുള്ള സജ്ജീകരണങ്ങളൊന്നും മെയിനായിട്ടൊന്നും ചെയ്തിട്ടില്ല എന്നുള്ളതാണ് വേറൊരു വാസ്തവം എന്ന് പറയുന്നത്. അതോടൊപ്പം കുടിക്കാൻ വേണ്ടിയുള്ള കുടിവെള്ളമോ ഈ വെയിലിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി എന്തെങ്കിലും ചെറിയൊരു ടാർപോളിൻ പോലെ വലിച്ചു കെട്ടി അങ്ങനെ ഒന്നും തന്നെ ചെയ്തിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം. ഒരു വോട്ട് ഇട്ടിട്ട് വന്ന സമയത്താണ് കണ്ട വെയർത്ത് ഫുള്ളും കുളിച്ച്. അപ്പോൾ നമ്മുടെ അമ്പലത്ര ബൂത്തിലാണ് നിന്ന് ഏകദേശം ഒരു 2 മണിക്കൂറോളം വെയിറ്റ് ചെയ്തിട്ടാണ് 50 പേര് പോലും ഇല്ലാത്ത ഒരു ക്യൂവിൽ 2 മണിക്കൂർ വെയിറ്റ് ചെയ്തിട്ടാണ് എൻ്റെ സമ്മതിദാന അവകാശം ഞാൻ രേഖപ്പെടുത്തിയത്. പക്ഷേ ദേഹം ഫുള്ള് കണ്ട വെയർത്ത് കുളിച്ചു. യാതൊരുവിധ സജ്ജീകരണങ്ങളോ ഒന്നും തന്നെ ചെയ്തിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം.